ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു 38 വർഷമായിട്ട് കിടരോഗിയായിരുന്ന ഒരു മനുഷ്യനെ ബെത്സേദ കുളക്കരയിൽ നിന്ന് അവനെ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 38 വർഷമായി കിടക്കയിലായിരിക്കുന്ന അവന് എന്തായാലും സുഖം പ്രാപിക്കുവാനുള്ള ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ക്രിസ്തുനാഥൻ ചോദിക്കുകയാണ്, നിനക്ക് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് അവന് ഉത്തരം നൽകുമ്പോഴാണ് അവന് സൗഖ്യം നൽകുന്നത്. തന്നെ ചോദ്യമില്ലാതെ തന്നെ യേശുവിന് വേണമെങ്കിൽ അവനെ സുഖപ്പെടുത്താമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് യേശു അവിടെ ഒരു ചോദ്യം ചോദിച്ചത്? കാരണം അത് അവന്റെ ആവശ്യമായിട്ട് മാറണം. മാത്രവുമല്ല, വിശ്വാസം എന്നുള്ളത് അവന്റെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത്. ക്രിസ്തു എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നാം അതിന് തുറവിയുള്ളവരാകുന്നത്, ആ അനുഗ്രഹത്തെ നമ്മൾ സ്വീകരിക്കുന്നത്, അപ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ സഹോദരി, അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദൈവം എപ്പോഴും നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നാം ആ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാം ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ടാണ് ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ ആ രോഗിയോട് ചോദിക്കുന്നത്, നിനക്ക് ആഗ്രഹമുണ്ടോ സുഖം പ്രാപിക്കുവാൻ? കഴിച്ചതിന് ശേഷം അവന് സൗഖ്യം നൽകുന്നത്. പ്രിയ സഹോദരെ, നമുക്കും കർത്താവിനോട് ചോദിക്കാം. അങ്ങനെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കുകയും ചെയ്യാം.